അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന 20ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, പഠിക്കുന്ന നാമം അൽ ഹസീബ് എന്ന നാമമാണ്. ഈ നാമം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതും അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്നതുമായ നാമമാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് പൂർത്തീകരിക്കുമ്പോൾ ആ 2 ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് അള്ളാഹു ഹസീബാണ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അൽ ഹസീബാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ ഹസീബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ ലുഗത്തിൽ അറബി ഭാഷയിൽ ഹുവ അൽ കാഫി, അവൻ മതിയായവനാണ്. അല്ലെങ്കിൽ ഹസ്ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കഫാനി, അവൻ എനിക്ക് മതിയായവനാണ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ ഹസീബ് എന്ന പദത്തിന് നൽകിയ വിശദീകരണം. അഥവാ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാവലായി ഹസീബായി അള്ളാഹു ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, ആ പ്രശ്നങ്ങൾക്ക് കാവലായി അള്ളാഹുവുണ്ട്. അവൻ എല്ലാത്തിനും മതിയായവനാണ്. അവൻ എല്ലാത്തിനും മതിയായവനാണ്. അതാണ് ഒരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസീബാണ് എന്ന് പറഞ്ഞാൽ ഹിസാബി എന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിസാബി എന്ന് പറഞ്ഞാൽ കണക്ക്, ഹാസിബ് കണക്ക് നോക്കുന്ന ആൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വിചാരണ നടത്തുന്നവനാണ്, കണക്ക് നോക്കുന്നവനാണ്. കണക്ക് നോക്കുവാൻ അള്ളാഹു തന്നെ മതി. അവൻ നന്നായി കണക്ക് നോക്കാൻ അറിയുന്നവനാണ്. അതാണ് ഒന്ന് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമേകുന്ന ഒന്നാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു മതിയായവനാണ്. താങ്ങായി, തണലായി, സംരക്ഷകനായി റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും. അവൻ എല്ലാത്തിനും മതിയായവനാണ്. രണ്ടെന്താണ്? നമ്മളെ അള്ളാഹു വിചാരണ ചെയ്യും. ആ വിചാരണയുടെ സമയത്ത് കണക്ക് നോക്കാൻ, ഹിസാബ് നോക്കാൻ റബ്ബ് മതിയായവനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ 2 അർത്ഥതലങ്ങളും പഠിക്കുന്നതിലൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് ഈ അൽ ഹസീബ് എന്ന നാമം. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു ഹസീബാണ് എന്ന് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. ഇപ്പം അനാഥരുടെ സ്വത്ത് ഭുജിക്കുന്നതുമായി ബന്ധപ്പെട്ട, അനാഥരായ ആളുകളുടെ സ്വത്ത് ഭുജിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു വബ്തുലുൽ യതാമ ഹത്ത ഇദാ ബലഗുൻ നിഖാഹ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ എന്ന് തുടങ്ങുന്ന ഒരൽപ്പം സുദീർഘമായ, ഒരൽപ്പം വലിയ ഒരായത്തിൽ, ആ ആയത്തിൽ അനാഥകളുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് വഖഫാ ബില്ലാഹി ഹസീബ. വഖഫാ ബില്ലാഹി ഹസീബ. ഈ ആയത്ത് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു ഹസീബാണ്, അത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകാം.
അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. അങ്ങനെ അവർക്ക് വിവാഹപ്രായമെത്തിയാൽ നിങ്ങൾ അവരിൽ കാര്യബോധം കാണുന്ന പക്ഷം അവരുടെ സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഒരു കുട്ടി, മൈനറായ ഒരു ചെറിയ കുട്ടി, രക്ഷിതാവ് മരിച്ചു, സംരക്ഷകനായിരുന്ന വാപ്പ മരിച്ചു. അപ്പോൾ അത് അനാഥനായ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരാണ് ആ ദൗത്യം നിർവഹിക്കേണ്ടത്. ആ സ്വത്ത് ആരാണ് അപ്പോൾ സംരക്ഷിക്കേണ്ടത്? കുട്ടി മൈനറാണ്, ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതിന് ചില നിയമങ്ങളുണ്ട്, അവരാണ് എന്ത് ചെയ്യേണ്ടത്? ആ അനാഥനായ കുട്ടിയുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യണം? ആ സ്വത്ത് സംരക്ഷിക്കണം. എന്നിട്ട് ഈ കുട്ടി പ്രായപൂർത്തി എത്തുമ്പോൾ എന്ത് ചെയ്യണം? പ്രായപൂർത്തി എത്തിയെന്ന് മനസ്സിലായി, കാര്യങ്ങൾ സ്വന്തം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എത്തിയെന്ന് കഴിഞ്ഞാൽ ആ സ്വത്ത് എന്ത് ചെയ്യണം? അവർക്ക് വിട്ടുകൊടുക്കണം. അനാഥരായ ആളുകൾക്ക് അവരുടെ സ്വത്ത് വിട്ടുകൊടുക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നത്, അവർ അഥവാ അനാഥകൾ വലുതാകുന്നത് കണ്ട് അമിതമായും ധൃതിപ്പെട്ടും അത് തിന്നു തീർക്കരുത്. ഈ അനാഥയായ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തയാൾ കുട്ടി വലുതാകുന്നതിന് മുമ്പ് തന്നെ ആ ലഭിച്ച അനാഥയുടെ സ്വത്ത്, താൻ സംരക്ഷിക്കുന്ന സ്വത്ത് എന്ത് ചെയ്യാൻ പാടില്ല? പെട്ടെന്ന് നശിപ്പിക്കാൻ പാടില്ല. ഇത് വലിയതായി എനിക്ക് കിട്ടൂല, ഞാനതിന് അവകാശിയാവൂല, എനിക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, കാരണം പ്രായമായാൽ അവർക്ക് എന്ത് ചെയ്യും? അവകാശം കിട്ടും. അതുകൊണ്ട് തന്നെ വേഗം തിന്നു തീർക്കാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി അള്ളാഹു പറയുകയാണ്, അനാഥരുടെ സംരക്ഷണമേൽക്കുന്ന വല്ലവനും കഴിവുള്ളവനാണെങ്കിൽ അതിൽ നിന്നും എടുക്കാതെ മാന്യത പുലർത്തുകയാണ് വേണ്ടത്. ഇപ്പം അനാഥയെ സംരക്ഷിക്കുന്ന ഒരാൾ, അയാൾക്ക് സ്വന്തമായി കഴിവുണ്ട്, സമ്പത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ ആ അനാഥയുടെ സ്വത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല, അയാളുടെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. എന്നാൽ കഴിയാത്ത വല്ല ദരിദ്രനുമാണെങ്കിൽ മര്യാദ പ്രകാരം എന്ത് ചെയ്യാം? ആ സ്വത്തുക്കളിൽ നിന്ന് അവന് ഭക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറയാം, എന്നിട്ട് അവരുടെ സ്വത്തുക്കൾ അവർ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളതിന് സാക്ഷി നിർത്തേണ്ടതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. അപ്പോൾ നോക്കൂ, നിങ്ങൾ അനാഥരുടെ സ്വത്തുമായി ബന്ധപ്പെട്ടൊരു വലിയ ദൗത്യമാണ്. ഒരു കുട്ടി, ഒരു രക്ഷിതാവ് മരിച്ചാൽ ആ രക്ഷിതാവിൻ്റെ മക്കൾ, അനാഥരായ ആളുകൾ, അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ഒരു ടീം, ഒരു വിഭാഗം ആളുകൾ, അത് ചിലപ്പോൾ ജ്യേഷ്ഠനാകാം, അല്ലെങ്കിൽ അനുജനാകാം, വാപ്പയാകാം, ആരാകട്ടെ, അവർ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്ന സ്വത്ത് എന്ത് ചെയ്യണം? മാന്യമായ രീതിയിൽ ഉപയോഗിക്കണം. എന്നിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. അവരതിൻ്റെ പ്രാപ്തി എത്തുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. ആ സമയത്ത് അവിടെ അനീതി നടന്നാൽ, ആ അനാഥരുടെ സ്വത്തിൽ കൈകടത്തലുകൾക്ക് വിധേയമായാൽ അത് അള്ളാഹു അറിയുന്നവനാണ്. ആ കാര്യങ്ങൾ കണക്ക് നോക്കാൻ, നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് കണക്കാക്കാൻ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അവിടെയാണ് അള്ളാഹു ഹസീബ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നടത്തിയത്. അതേപോലെ തന്നെ ഇതിൽ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നമ്മൾ അനാഥരുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, അത് ന്യായമായ രീതിയിലാണോ, അതേപോലെ തന്നെ അന്യായം, അതൊക്കെ പടച്ചവനറിയാം. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ച് നന്നായി പ്രവർത്തിക്കുന്നയാളാണോ, മഅസിയത്തുകൾ, പാപങ്ങൾ ചെയ്യുന്ന, ഇതൊക്കെ നോക്കാൻ ആർക്കറിയാം? പടച്ചവനറിയാം. അത് നോക്കാൻ അള്ളാഹു മതിയായവനാണ്. ആ കണക്ക് നോക്കാൻ അള്ളാഹു മതിയായവനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹസീബാണ് എന്ന് പ്രയോഗിച്ച ഒരു രംഗം. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ. എന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായി അങ്ങോട്ട് അഭിവാദ്യം അർപ്പിക്കുക, അല്ലെങ്കിൽ അതുതന്നെ തിരിച്ചു നൽകുക. തീർച്ചയായും ഏതൊരു കാര്യത്തിൻ്റെയും കണക്ക് നോക്കുന്നവനാകുന്നു അള്ളാഹു. അവിടെ അള്ളാഹു ചെയ്തു ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ എന്ന് പ്രയോഗിച്ചു. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? സലാം പറയണം. അതേപോലെ ഒരാളെ കണ്ടാൽ എന്ത് ചെയ്യണം? സലാം പറയണം. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട ആദാബുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സലാം പറയുമ്പോൾ ആ സലാം പറയുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ, ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. മനസ്സിലായില്ല? അപ്പം അവിടെയാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ഹസീബാണ് എന്നെന്ത് ചെയ്തത്? പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിചാരണയുമായി ബന്ധപ്പെട്ട മേഖലയിൽ
മനുഷ്യന്റെ വിചാരണ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അള്ളാഹു നടത്തുമ്പോൾ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. അവിടെയും അള്ളാഹു ഹസീബ എന്ന് പറയുന്നുണ്ട്. നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക, നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കാൻ ഇന്ന് നീ തന്നെ മതി എന്ന് അവനോട് അന്ന് നാം പറയപ്പെടും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ, അള്ളാഹു എന്ത് ചെയ്യും? കൃത്യമായി കണക്ക് ബോധ്യപ്പെടുത്തും. നമ്മുടെ വേദഗ്രന്ഥം നമുക്ക് നൽകും. എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ കണക്ക് നോക്കാൻ ആര് മതി? അന്ന് നമ്മൾ തന്നെ മതിയാകും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ അങ്ങേയറ്റം പ്രയാസപ്പെട്ട, പ്രവാചകൻ അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ സമയമാണ് ദത്തുപുത്ര വിവാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്നു ആര്? സെയ്ദ് എന്ന് പറയുന്ന കുട്ടി. സെയ്ദിനെ നബി എടുത്തു വളർത്തി. വലിയ ചരിത്രമാണ് സെയ്ദിന്റെ ചരിത്രം, വലിയ ചരിത്രമാണ്, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. അങ്ങനെ സെയ്ദ് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച സ്ത്രീയെ എന്ത് ചെയ്തു? വിവാഹമോചനം ചെയ്യാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ വിവാഹം കഴിക്കാനുള്ള കൽപ്പന വന്നു. അപ്പം നബിക്കത് വലിയ പ്രയാസമുണ്ടാക്കി. ആ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുന്നത്, അതായത് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവനെ പേടിക്കുകയും അല്ലാഹുവല്ലാത്ത ഒരാളെയും പേടിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിൻ്റെ നടപടി കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി. അപ്പൊ കഫാ ബില്ലാഹി ഹസീബ എന്ന് പറഞ്ഞു. അപ്പൊ നബിക്കൊരു പേടിണ്ടേനി. നബി അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, അള്ളാഹിനെ പേടിച്ചാൽ മതി, ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യം. ആളുകൾ എന്താ പറയാ അതൊന്നും നോക്കണ്ട, കാര്യങ്ങൾ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. വഖഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കുന്നവനായി അള്ളാഹു തന്നെ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നബിയോട് അള്ളാഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയും, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. സൂറത്ത് അൻഫാലിലാണ് ഈ ആയത്ത്. എന്താണ് അവിടെ പറയും? നബിയെ, നിനക്കും നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി. അള്ളാഹു തന്നെ മതിയായ, എല്ലാ കാര്യത്തിനും അള്ളാഹു മതിയായവനാണ്. ഇനി സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹു ഹസീബാണ്, അള്ളാഹു മതിയായവനാണ്. എല്ലാത്തിനും അള്ളാഹു മതിയായവനാണ്. കണക്ക് നോക്കാൻ, നമ്മളെ സഹായിക്കാൻ, അതെ എന്ത് വിഷയത്തിനും അള്ളാഹു ഹസീബാണ്, മതിയായവനാണ്. അപ്പം ഈ നാമം നൽകുന്ന പ്രതീക്ഷ വലുതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുമ്പോൾ പിന്നെ തൗർ ഗുഹയിൽ അഭയം തേടി, അല്ലേ? തൗർ ഗുഹയിൽ ശത്രുക്കളെ കാണാതിരിക്കാൻ വേണ്ടി അവർ ആ ഗുഹയിൽ അഭയം തേടി. നോക്കൂ നിങ്ങൾ, അവിടെ അവരുടെ സഹായിയായി, അവർക്ക് മതിയായവനായി ആരാ ഉണ്ടായത്? അള്ളാഹുവാണ്. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ബദർ യുദ്ധത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറച്ച് ആൾക്കാർ, അതിൻ്റെ 3 ഇരട്ടിയോളം ആൾക്കാരുണ്ട് ശത്രുക്കൾ, 1000-ലധികം വരുന്ന ശത്രുക്കൾ. പക്ഷേ അവിടെ അള്ളാഹു അവരുടെ കൂടെ ഉണ്ട്. അള്ളാഹു മതിയായവനായിരുന്നു അവർക്ക്. എന്ത് പ്രശ്നമാണ് അതിന് അള്ളാഹു മതിയായവനാണ്. മനസ്സിലായില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞ ഒരുപാട് രംഗങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളത് പഠിക്കുന്നത് എന്തിനാ? ചില സന്ദർഭങ്ങളിൽ നമുക്കത് പറയാൻ പറ്റണം. പ്രതിസന്ധിയുടെ, പ്രയാസത്തിൻ്റെ സമയത്ത് എനിക്ക് അള്ളാഹു മതി എന്ന് പറയാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങാണ്. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ഘട്ടം വിശ്വാസികൾ വിജയിച്ചു, അല്ലെ? നബി മലഞ്ചെരുവിൽ കുറച്ച് ആളുകളെ നിർത്തിയിരുന്നു. ഖാലിദ് ബിൻ വലീദ് പിന്നെ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതിലെ വന്നെന്ത് ചെയ്തു? മുസ്ലിങ്ങൾ ആക്രമിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു. പ്രവാചക തിരുമേനിക്ക് പരിക്ക് പറ്റി അന്നത്തെ യുദ്ധത്തിൽ. 70ഓളം സ്വഹാബികൾ എന്ത് ചെയ്തു? ഷഹീദായി. അവർ കൊല്ലപ്പെട്ടു ആ യുദ്ധത്തിൽ, അവർ ഷഹീദായി. അങ്ങനെ പല ആളുകൾക്കും, സ്വഹാബികൾക്കും പരിക്കുപറ്റി, വലിയ പ്രയാസത്തിലാണ്. പല ആളുകളും പിന്തിരിഞ്ഞോടി. നബി മരണപ്പെട്ടു എന്ന വാർത്ത പരന്നു. ഉഹുദിന്റെ ചരിത്രം നമുക്കറിയാം. ആ ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് അവരിങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, ഒരു പരാജയത്തിന്റെ വക്കിലാണ് അവരുള്ളത്, ഒരു പ്രതിസന്ധിയുടെ വക്കിലാണ് അവരുള്ളത്. അപ്പോഴാണ് അവരൊരു വാർത്ത കേൾക്കുന്നത്. എന്താ വാർത്ത? ശത്രുക്കൾ പിന്തിരിഞ്ഞു പോയിട്ടില്ല, അവർ വീണ്ടും മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഒരു മുനാഫിക്കുകളായ ആളുകൾ ആ വാർത്ത പ്രചരിപ്പിച്ചു. ആ വാർത്ത ആരുടെ കാതുകളിലെത്തി? വിശ്വാസികളായ ആളുകളുടെ കാതുകളിലെത്തി. ഒരു വല്ലാത്ത സന്ദർഭമാണത്. പക്ഷേ ആ സമയത്ത് വിശ്വാസികൾ പറഞ്ഞ വാചകം എന്താ? അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും.
എന്താണ്? ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണമെന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ആ വാചകങ്ങൾ വർദ്ധിപ്പിച്ചു. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അവനത്ര എന്ന് വിശ്വാസികൾ പറഞ്ഞു. അപ്പൊ അതാണ് അല്ലാഹു ഹസീബാണ്, അല്ലാഹു മതി, അല്ലാഹു മതിയായവനാണ്. ഏത് പ്രതിസന്ധിയുടെ സമയത്തും റബ്ബ് നമുക്ക് മതിയായവനാകണം. അല്ലാഹു ആരാണ്? അവൻ ഹസീബാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ നമ്മൾ തഫ്സീറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ, ഇന്നലത്തെ തഫ്സീറിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ്. എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത ഭയപ്പെട്ട പേടിച്ചു നിൽക്കുന്ന ഒരു രംഗെന്ന് പറഞ്ഞാൽ, പേടി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആശങ്കയുള്ള സമയം എന്ന് പറഞ്ഞ് നബി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ പിന്നെ ഒന്നാമത്തെ കാഹളത്തിലെ ഊത്തിനെക്കുറിച്ചും രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തിനെക്കുറിച്ചും പറഞ്ഞു സൂറത്തു നാസിആത്ത് അതിന്റെ വിശദീകരണത്തിൽ. അതിൽ ഒന്നാമതായി കാഹളമൂതും രണ്ടാമതായി കാഹളമൂതും. അതിലെ ഒന്നാമത്തെ കാഹളമൂതാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്ത് ചെയ്യാണ്? ആ മലക്ക് കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. ബൂക്കെന്ന് പറയുന്ന കാഹളം അത് ചുണ്ടിനോട് ചേർത്ത് വെച്ച് കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുക, എങ്ങനെ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുക? കാരണം ആ ഊത്തൂതിയാല് ലോകം നശിക്കും. അപ്പൊ സ്വഹാബികൾ നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടത്? ഇത്തരം ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുമ്പിൽ, അപ്പോൾ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അപ്പൊ നബി പറഞ്ഞു, ഫഖാല ലഹും, അവരോട് നബി പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറഞ്ഞോളൂ, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾ അവനിൽ വരമേൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിശ്വാസികൾ പറയേണ്ടത്. നോക്കൂ, നിങ്ങൾ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് ആരും മതി? അല്ലാഹു മതി. ആ സമയത്ത് മാത്രമല്ല, എല്ലാ നേരത്തും അല്ലാഹു മതി. പക്ഷെ ആ സമയത്ത് അല്ലാഹു ഉണ്ട് എന്ന് നൽകുന്ന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ മതിയായവനാണ് എന്ന ഒരു വിശ്വാസം എന്താണ്? അതൊരു വല്ലാത്ത സമാധാനമാണ്, വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഹസീബാണ് എന്ന് പറയുന്ന നാമം പഠിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം തൗഹീദ് പറഞ്ഞു. തൗഹീദ് പറഞ്ഞതിന്റെ ഫലമായി ബാപ്പയും നാട്ടുകാരും ഒക്കെ എതിരായി, അല്ലെ? നാട്ടുകാരും ബാപ്പയൊക്കെ എതിരായി. ബാപ്പ പറഞ്ഞത്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, നീ ഈ പറയുന്ന വാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എങ്കിൽ എറിഞ്ഞോടിക്കും, അല്ലെ? എറിഞ്ഞോടിക്കുമെന്നാണ് പറയുന്നത്, ഈ ആശയം ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയാണ്. നാട്ടുകാരും പിതാവും രാജാവും ഒക്കെ ഒരുക്കിയ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബിനെ എറിയാണ്. ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ ഖാലഹ ഇബ്രാഹിം ഹീന ഉൽഖി ഫിന്നാർ, അഗ്നിയിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാചകം എന്താ? ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, ബരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ. നോക്കൂ നിങ്ങൾ, അതൊരു വല്ലാത്ത വിശ്വാസമാണ്, അതൊരു വല്ലാത്ത കരുത്ത് നൽകുന്ന വാചകമാണ്. ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. മനസ്സിലായില്ലേ? ആ ആളുകൾ ഖാലു ഹർരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ, അവർ പറഞ്ഞു, അദ്ദേഹത്തെ കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവര് വലിച്ചെറിയാണ്, ആ അഗ്നിയിലേക്ക് വലിച്ചെറിയാ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എനിക്ക് അല്ലാഹു മതി. എന്താ സംഭവിച്ചത്? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമാ, ഇബ്രാഹിം നബിക്ക് എന്ത് ചെയ്തു? ആ അഗ്നിയുടെ സ്വഭാവം കരിച്ചു കളയുക, കത്തിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബിയെ അഗ്നി വിഴുങ്ങിയില്ല, ഇബ്രാഹിം നബിയെ ആ ശരീരത്തെ കരിച്ചു കളഞ്ഞില്ല. ഇബ്രാഹിം നബിക്ക് ആ ചൂട് തണുപ്പായി മാറി. ബർദൻ വസലാമ, ബർദ് കൊടുത്തു, സുരക്ഷിതത്വം നൽകി, നിർഭയത്വം നൽകി. അതാണ് ചരിത്രം. എന്തുകൊണ്ടാ? അല്ലാഹു മതിയായ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹു മതിയായവൻ. അവിടെ നിന്ന് സംരക്ഷണമേകാൻ, സുരക്ഷിതത്വമേകാൻ റബ്ബ് മതിയായവനാണ് എന്ന ആ ഒരു വല്ലാത്തൊരു വാചകം, അത് നമ്മൾ പഠിക്കണം. അതിൻ്റെ ആശയം നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. അതേ വിശ്വാസമാണ് ഹാജറ ബീവിക്ക്. ഹാജറ ബീവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കി തിരിച്ചു പോരാണ്, അല്ലേ? അപ്പൊ അവരുടെ ചോദ്യം എന്താ? ആ അല്ലാഹുല്ലദീ അമറക ബിഹാദ, അള്ളയാണോ ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം പറഞ്ഞു, അതെ. എങ്കിൽ പ്രശ്നമല്ല എന്നാ, എങ്കിൽ പ്രശ്നമല്ല, അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി. മനസ്സിലല്ലേ? ഇസ്മായിൽ നബിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു, അള്ളാന്റെ കൽപ്പനയാണോ? പ്രശ്നമല്ല, അള്ളാന്റെ കൽപ്പനയാണോ? ശരി, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല.
നോക്കൂ നിങ്ങൾ, അവർക്ക് അള്ളാഹുവിൽ അത്രമാത്രം അചഞ്ചലമായ വിശ്വാസം, അള്ളാഹു മതിയായവനാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ രംഗേത, ആയിഷ ഉമ്മയുടെ നേരെ അപവാദം പ്രചരിപ്പിച്ചു ആൾക്കാർ. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് ചേർത്ത് വലിയ അപവാദം പ്രചരിപ്പിച്ചു. എന്തൊക്കെ സംഭവിച്ചു അതിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകത്ത്? സ്വഹാബികളിൽ പല ആളുകളും ആ അപവാദം ഏറ്റെടുത്തു. ആയിഷ ഉമ്മയെ പലരും തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയോട് പറഞ്ഞു, നബി ആയിഷ, വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം, പാപമോചനം തേടണം. അല്ലേ? എന്തുമാത്രം വേദനിച്ചു ആയിഷ ഉമ്മ. അവരവരുടെ വീട്ടിൽ പോയി അവർക്ക് പനി ബാധിച്ചു, അവർ സങ്കടപ്പെട്ടു, കരഞ്ഞു. നീറുന്ന നോവുന്ന മനസ്സുമായിട്ടാണ് ആ ദിവസങ്ങളെ അവർ തള്ളി നീക്കിയത്. എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹു ആയത്തിറക്കി. അവരുടെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ചു. ചരിത്രം അതാണ്, ചരിത്രം അതാണ്. അപ്പൊ ഈ സംഭവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് മറ്റുള്ള സ്വഹാബ വനിതകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ട സമയത്ത് സഫ്വാൻ വന്നല്ലോ, അപ്പൊ സഫ്വാൻ വന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? അപ്പൊ അവർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാല പൊട്ടി അതിലെ മുത്തുകൾ പെറുക്കിയെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അവർ പോയതൊന്നും അറിഞ്ഞില്ല, ഞാൻ അവിടെ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ വരുന്നത്. ആ ആൾ വന്ന സമയത്ത് സഫ്വാൻ എന്നുള്ളത് മനസ്സിലായി, സഫ്വാൻ ഇബ്നു മുഅത്തലാണ് എന്നുള്ളത് എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പൊ സഫ്വാൻ ആയിഷ ഉമ്മയെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ആയിഷ ഉമ്മ പറയാ, സഫ്വാൻ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സൗജത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സഫ്വാന്റെ വാചകം. ആ വാക്കല്ലാതെ ഒരു വാക്ക് പോലും സഫ്വാൻ മിണ്ടിയിട്ടില്ല എന്നാണ് ആയിഷ ഉമ്മ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, അയാളുടെ ഈമാൻ നോക്കൂ നിങ്ങൾ. ആ ഒരു വാക്കല്ലാതെ വേറെ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒട്ടകത്തിന് അവർക്ക് ഇരുത്തി കൊടുത്തു, അവർക്ക് കയറാൻ വേണ്ടി. അപ്പൊ അവരോട് ചോദിച്ചു, ആയിഷമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഒട്ടകത്തിൽ കയറുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഒട്ടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പൊ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നാ ഞാൻ പറഞ്ഞത്. ആ അപവാദ പ്രചരണം നടക്കുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ആയിഷ ഉമ്മ സഫ്വാന്റെ ആ ഒട്ടകക്കട്ടിലേക്ക് കയറുമ്പോൾ ആ ഉമ്മ പറഞ്ഞ വാചകം എന്താ? ആയിഷ ഉമ്മ പറഞ്ഞ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്നാ, അല്ലാഹു മതി. അവരെല്ലാത്തിനും മതിയായവനാണ്. കാരണം ഒറ്റക്കാണ്, വേറൊരു പുരുഷനാണ്, അന്യനായൊരു പുരുഷനാണ് കൂടെ ഉള്ളത്. മനസ്സിലായില്ലേ? ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അല്ലാഹു മതിയായവനാണ്. മനസ്സിലായോ? എന്നിട്ട് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ് എന്ന് പറഞ്ഞ ആയിഷ ഉമ്മയുടെ നിരപരാധിത്വം ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ ഇറങ്ങി വന്ന് തെളിയിച്ചു. അതാണ് ആ വിശ്വാസം നൽകുന്ന കരുത്ത്. ഇത് ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ സ്വഹീഹായ സംഭവമാണത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്, സ്വഹീഹായ ചരിത്രം. ഒരു ഉമ്മ ഒരു കുട്ടിയെ മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ സമീപത്തുകൂടെ ഒരു നല്ല പ്രൗഢിയിൽ നല്ല വേഷക്ക ധരിച്ച ഒരു മനുഷ്യൻ ആ ഉമ്മാന്റെ മുമ്പിലൂടെ പോയി. അപ്പൊ ആ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ കുട്ടിയെ നീ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ലാ തുമിത് ബിനി ഹത്താ യകൂന മിത്ല ഹാദാ, ഈ മനുഷ്യനെ പോലെ ആക്കാതെ എൻ്റെ കുട്ടിനെ നീ മരിപ്പിക്കരുത്. എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യണം? പ്രൗഢി നൽകണം, പ്രതാപം നൽകണം. ഇപ്പൊ പോയ ആ മനുഷ്യനെ പോലെ ആക്കണം. ആ സമയത്ത് ആ കുട്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തജ്അൽ, അല്ലാഹുവേ ലാ തജ്അൽനി മിത്ലഹു, അല്ലാഹുവേ അയാളെപ്പോലെ എന്നെ ആക്കരുത്. തൊട്ടിലിൽ സംസാരിച്ച, ചെറിയ പ്രായത്തിൽ സംസാരിച്ച കുട്ടികളുണ്ട്. അതിലൊരു കുട്ടി ഈ കുട്ടിയാണ്. ഈസാ നബി ഉണ്ട്, ജുറൈജിന്റെ ചരിത്രത്തിലെ കുട്ടിയുണ്ട്, അതേപോലെ തന്നെ ഈ കുട്ടിയുണ്ട്. മനസ്സിലായി? വേറൊരു കുട്ടിയും കൂടിയുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിത്ലഹു, അയാളെപ്പോലെ എന്നെ നീ ആക്കരുത്. ആ കുട്ടി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ ഉമ്മയുടെ മുന്നിലൂടെ ഒരു പെണ്ണിനെ ആളുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുകയാണ്. ആ പെണ്ണിനെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിത്ലഹ, അല്ലാഹുവേ എൻ്റെ കുട്ടിനെ നീ ആ പെണ്ണിനെ പോലെ ആക്കരുത് കേട്ടോ, ആളുകൾ ആക്ഷേപിക്കുന്ന അതേപോലെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പ്രാർത്ഥിച്ചു. സ്വാഭാവികമാണ്. പക്ഷെ ആ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിത്ലഹ, അല്ലാഹുവേ ആ വലിച്ചു കൊണ്ടുപോകുന്ന ആളെ പോലെ എന്നെ നീ ആക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചു? കുട്ടി പ്രാർത്ഥിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ അയാൾ കാഫിറാണ്, അയാൾ അവിശ്വാസിയാണ്. രണ്ടാമത്തെ ആ പെണ്ണോ വഅമ്മൽ മർഅതു ഫഇന്നഹും യഖൂലൂന, ആ രണ്ടാമത്തെ പെണ്ണാര, അവളെക്കുറിച്ച് അവർ പറയുന്ന അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചരിച്ച പെണ്ണാണെന്ന് ആൾക്കാർ ആക്ഷേപിക്കണം. പക്ഷേ അവൾ എന്തല്ല, അവൾ വ്യഭിചാരിയല്ല.
ആളുകൾ അത് പറയുമ്പോൾ അവർ പറയുന്ന വാചകന്റെ ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, അല്ലാഹു മതിയായവൻ. ആക്ഷേപം പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയും എനിക്ക് പടച്ചോ മതി, അവൾ വ്യഭിചാരിയല്ല എന്നിട്ട് ആക്ഷേപം ഉന്നയിക്കാണ്. അതേപോലെ നീ മോഷ്ടിച്ചിട്ടുണ്ട്, കള്ളത്തിയാണ് എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയും ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി. അപ്പം ഈ കുട്ടി പറയുന്ന എന്താ, എനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന ആ പെണ്ണിനെ പോലെ അള്ളാഹുവിൽ പിന്നെ എല്ലാം ഏൽപ്പിക്കുന്ന അള്ളാഹു മതിയായവനാണ് എന്ന് വിശ്വസിക്കുന്ന ആ പെണ്ണിനെ പോലെ എന്നെ ആക്കണമെന്ന് ആ കുട്ടി പ്രാർത്ഥിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഇനി നമ്മളോട് ചോദിക്കും, നമുക്ക് അള്ളാഹു മതിയായവനാണോ? എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും, റബ്ബ് എനിക്ക് മതി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം, ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു ഹസീബാണ്, അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഏത് രോഗമാകട്ടെ, എന്ത് പ്രശ്നമാകട്ടെ, അവൻ മതി നമുക്ക്. സാമ്പത്തിക ഞെരുക്കമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാകട്ടെ, അതിനൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവനാരാ? അള്ളാഹുവാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. പക്ഷേ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾ പട്ടിണി കിടക്കുന്നവരാണോ? അള്ളാഹു മതിയായവരാണ്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ റബ്ബിന് പറ്റും. അവൻ ഗനിയാണ്. പക്ഷെ അവനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം, അവനോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കണം. അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. മനസ്സിലായില്ലേ? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നബി പറഞ്ഞു, മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസ, രാവിലെയും വൈകുന്നേരവും ഒരാൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം 7 മററാത്ത്, 7 തവണ അത് പ്രാർത്ഥിക്കണം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. കഫാഹുല്ലാഹു മാ അഹമ്മ, അവൻ്റെ എല്ലാ പ്രയാസവും നീങ്ങുന്നതാണ്, അവൻ്റെ എല്ലാ പ്രയാസവും നീങ്ങുന്നു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വേറെയും പദങ്ങളിൽ മാറ്റമുള്ള വേറെയും റിവായത്തുകളുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങണ സമയത്ത് ആൾ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ആൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ശൈത്താൻ മറ്റൊരു ശൈത്താനോട് പറയുന്ന, അയാൾ ഹിദായത്തിലായി, അയാൾക്ക് സംരക്ഷണം ലഭിച്ചു, അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയാണ്, അവന് അള്ളാഹു മതിയായവനാണ് എന്നവന് പറയാണ്, വിളിച്ചു പറയണം. അവനെ പിന്നെ എങ്ങനെയാ വഴിതെറ്റിക്കുക, അവനെങ്ങനെയാ തിന്മയിലേക്ക് കൊണ്ടുപോവുക എന്ന് പിശാച് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് മതിയായവനാകണം നമ്മുടെ എല്ലാ മേഖലകളിലും. അവൻ ഹസീബാണ്. ഹസീബായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്ത് ചെയ്യണം? ബോധം ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തലമാണ്, വിചാരണ നടത്താൻ അള്ളാഹു മതിയായവനാണ്. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? അള്ളാഹു അറിയും. വിശുദ്ധ അള്ളാഹു പറഞ്ഞു, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 284-ാമത്തെ ആയത്താണ്. ആകാശങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു, നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? അള്ളാഹു കണക്ക് ചോദിക്കും. അള്ളാഹു അറിയും. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗമ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഗാഫിറിലെ 17-ാമത്തെ ആയത്ത് എന്താ അള്ളാഹു പറഞ്ഞത്? ഈ ദിവസം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചത് പ്രതിഫലം നൽകപ്പെടും. ഈ ദിവസം അനീതിയില്ല. തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. അള്ളാഹു കണക്ക് നോക്കും, വിചാരണ നടത്തും. വിശുദ്ധ ഖുർആനിൽ 8 സ്ഥലങ്ങളിൽ അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈഅ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹസിബീൻ. അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ഒരു കടുക മണിത്തൂക്കം കർമ്മവുമായിട്ടാണ് അയാൾ വരുന്നത് എങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ പടച്ചോ കൊണ്ടുവരും. അത് നന്മയാകട്ടെ എല്ലാം പടച്ചോ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹു കണക്ക് നോക്കാൻ നാം തന്നെ മതി എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ നല്ലോണം ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൽ കണക്ക് നോക്കാൻ ആര് മതി? അള്ളാഹ് മതി. അള്ളാഹു അറിയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആ ബോധം നമുക്കുണ്ടാകണം, ആ ചിന്ത നമുക്കുണ്ടാകണം. ഒരു മനുഷ്യൻ വല്ല നന്മയുമായി വന്നാൽ ആ നന്മൻ്റെ പ്രതിഫലം അവന് കിട്ടും. വല്ല തിന്മയുമായി വന്നാലോ അതിൻ്റെ കൂലി അവന് കിട്ടും. അള്ളാഹു കണക്ക് നോക്കുന്നവനാണ്. അതുകൊണ്ട് നബി പറഞ്ഞത്, ഒരാളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു, നന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്യാൻ വിചാരിച്ചു, എന്നിട്ടോ ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില.
അള്ളാഹു ഒരു പൂർണ്ണ നന്മ രേഖപ്പെടുത്തുന്ന. നന്മ ചെയ്തോ? ഇല്ല. നന്മ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ, അപ്പോൾ പൂർണ്ണ നന്മയായി. ഇനിയോ അയാൾ നന്മ ചെയ്യുകയാണെങ്കിലോ ഫൈൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബ അല്ലാഹു ലഹു ഇൻദഹു അശ്റ ഹസനാത്തിൻ ഇലാ 700 ളഅഫൻ. ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾ ആ നന്മ ചെയ്തു, അങ്ങനെയാണെങ്കിൽ 10 നന്മയായിട്ട് രേഖപ്പെടുത്തും. 10 മുതൽ 700 ഇരട്ടി വരെ അയാളുടെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി അനുസരിച്ച്, നിയ്യത്തനുസരിച്ച് 10 മുതൽ 700 ഇരട്ടി വരെ നന്മയെ രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ല, നന്മ രേഖപ്പെടുത്തി. നന്മ ചെയ്യാൻ വിചാരിച്ചു, നന്മ ചെയ്തു, 10 മുതൽ 700 ഇരട്ടി വരെ എന്ത് ചെയ്തു? നന്മ രേഖപ്പെടുത്തി. വീണ്ടും നബി പറഞ്ഞു, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, അയാളത് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ അതൊരു നന്മയായിട്ട് രേഖപ്പെടുത്തും. ഇനി ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾ ആ തിന്മ ചെയ്തു എങ്കിൽ അതൊരു തിന്മയായിട്ട് രേഖപ്പെടുത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കൊക്കെ നോക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിന് കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹു ഒരാളെ വിചാരണ നടത്തിയാൽ, ശക്തമായ വിചാരണ നടത്തിയാൽ അവൻ്റെ കാര്യം കഷ്ടമാണെന്നാണ്. അല്ലെ, വിചാരണ ഒരു ശക്തമായ അള്ളാഹു ശക്തമായ ഒരു വിചാരണ നടത്തി നശിച്ചു പോയി. അപ്പൊ ആയിഷമ്മ ചോദിക്കും, നബിയെ, അപ്പൊ അള്ളാഹു പറഞ്ഞില്ല വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവര് ലഘുവായ ചെറിയ വിചാരണക്ക് വിധേയമാകുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നബി പറഞ്ഞു, ആ ആളുകൾ അവർക്കൊരു അറന്ന് മാത്രം, ഒരു പ്രദർശനം, അവരുടെ കർമ്മങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രദർശിപ്പിക്കുക മാത്രം ചെയ്യാം. എന്നാൽ അള്ളാഹു ആരെയെങ്കിലും ശക്തമായ വിചാരണ നടത്തുന്നുണ്ടെങ്കിൽ അവൻ നശിച്ചുപോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പരലോകത്ത് അത്തരമൊരു വിചാരണ നേരിടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ എന്ത് ചെയ്യണം? വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങി സ്വർഗം ലഭിക്കുന്ന ആളുകൾ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനെന്ത് വേണം? അള്ളാഹു ഹസീബാണ് എന്ന ചിന്ത ഉണ്ടാകണം. അള്ളാഹു കണക്ക് നോക്കാൻ മതിയായവനാണ്, വിചാരണ നടത്താൻ മതിയായവനാണ് എന്ന ചിന്ത ഉണ്ടാക്കണം. നബിൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു, 2 ആളുകൾ, അവർ ഭൂമിയുടെ വിഷയത്തിൽ ഒരു തർക്കവുമായി വന്ന ആൾക്കാരാണ്. അപ്പം നബി എന്ത് ചെയ്തു? 2 ആളും അവകാശം ഉന്നയിക്കുന്നുണ്ട്. അപ്പം നബി ആ പ്രശ്നങ്ങളൊക്കെ കേട്ടു, അവരുടെ പ്രശ്നം കേട്ടു, 2 ആളത്തുനിന്നും കേട്ടു. എന്നിട്ട് നബി ഒരാൾക്ക് വേണ്ടി എന്ത് ചെയ്തു? വിധിച്ചു. സ്വാഭാവികമായും പ്രത്യക്ഷത്തിലെ വിധി പറയാ, തെളിവുകളുടെ അടിസ്ഥാനത്തിലെ വിധി പറയാ. എന്നിട്ട് നബി പറഞ്ഞു, ഞാൻ ഈ കേസ് കേട്ട് അതിൻ്റെ പ്രത്യക്ഷത്തിലാണ് ഞാൻ വിധി പറഞ്ഞത്, പക്ഷേ അള്ളാഹു കൊണ്ട് വിചാരണ നടത്താൻ. പടച്ചവനടുത്തുള്ള വിചാരണ ശക്തമാണ്. അവിടുന്ന് അനീതി കാണിച്ചാൽ അള്ളാഹു അത് പിടികൂടും. ആ പ്രശ്നം 2 ആൾ ഒഴിവാക്കി എന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിചാരണയെ അവർ പേടിച്ചിട്ടുണ്ട്, ഹസീബായ അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നുണ്ട്. നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശകുനം നോക്കാത്ത ആൾക്കാർ, അതേപോലെ തന്നെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ആൾക്കാർ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അതൊക്കെ അവരുടെ ഗുണങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നാളെ പരലോകത്ത് അള്ളാഹു ശക്തമായി വിചാരണ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. അതിനെന്ത് വേണം? കൂടുതൽ നന്മകൾ ചെയ്യണം, ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ആ സ്വന്തം മനസ്സിനെ നമ്മൾ വിചാരണ നടത്തുക, ദുനിയാവിൽ തന്നെ വിചാരണ. ഞാൻ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമ്മൾ നിരന്തരം വിചാരണ നടത്തുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമ്മൾ എന്താണ് സ്വയം വിചാരണ നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഹസീബാണ്, പടച്ച വിചാരണ നടത്തും. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സ്വയം വിചാരണ നടത്തുക. എന്തൊക്കെയാണ് ഒരാൾ വിചാരണ നടത്തേണ്ടത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 1 നിർബന്ധ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? ആ നിർബന്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ പരിശോധിക്കുക, സ്വയം വിചാരണ നടത്തുക. നിർബന്ധ കാര്യങ്ങൾ, ഇപ്പം നിസ്കാരമുണ്ട്, അല്ലെ, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്ത് കൊടുക്കണം, അള്ളാഹു നിർബന്ധമാക്കിയ കുറേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഇങ്ങനെ റബ്ബ് നമ്മോട് കൽപ്പിച്ച നിർബന്ധമായ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം, സ്വയം ആലോചിക്കണം. അതാണ് 1ാമത്തെ കാര്യം. 2ാമതായി അദ്ദേഹം പറഞ്ഞത് നിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമുണ്ട്. നിങ്ങൾ അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അല്ലേ, കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന ഇങ്ങനെ അള്ളാഹു പാടില്ല, നിരോധിച്ച കുറേ കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹു പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. മനസ്സിലായി? ഭർത്താവിനോട് മാന്യമായി പെരുമാറണം, ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല, ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കണം, ഭാര്യമാരെ വഞ്ചിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ്. അപ്പം പാടില്ല എന്ന് പഠിപ്പിച്ച കുറേ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം. അത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു. 3ാമതായി അശ്രദ്ധയെ തൊട്ട് എന്ത് ചെയ്യണം? മനസ്സിനെ സ്വയം വിചാരണ നടത്തണം.
നമ്മൾ ഗഫലത്തിലാണോ? ഇപ്പോൾ ദിക്ർ ചെല്ലേണ്ട സമയങ്ങളുണ്ട്. രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന, നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ, അല്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ ഏറെയുണ്ട്. അവിടെയൊക്കെ നമ്മൾ അശ്രദ്ധരാണോ, ഗഫലത്തിലാണോ? നമ്മൾ പരിശോധിക്കണം. നമ്മൾ സ്വയം എന്ത് ചെയ്യണം? വിചാരണ നടത്തണം. നാലാമത്തത്, അവയവങ്ങളെ തൊട്ട് എന്ത് ചെയ്യണം? വിചാരണ നടത്തണം. നമ്മുടെ അവയവങ്ങളെ തൊട്ട്, നമ്മുടെ കാലുകൾ കൊണ്ട് എങ്ങോട്ടാണ് നടന്നു പോണത്, അല്ലെ, എങ്ങോട്ടാണ് നടന്നു പോണത്? നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇന്ന് നമ്മൾ കേട്ട ദുരന്തത്തിൻ്റെ വാർത്ത എന്താ, അല്ലേ? 4-5 കുട്ടികൾ മരണപ്പെട്ടു ആലപ്പുഴയിൽ. എത്രമാത്രം വേദനാജനകമാണ് ആ വാർത്ത, എത്രമാത്രം സങ്കടകരമാണ്. നന്മയുടെ വഴിയിലൂടെയായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. മരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠം എന്താ അറിയോ? ചുറ്റുപാടി നമ്മൾ കേൾക്കുന്ന മരണങ്ങൾക്ക് നൽകുന്ന പാഠം, നമ്മൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കണം. ഒരാൾ മോശമായ വഴിയിലേക്ക് പോവുക, ആ വഴിക്കാണ് മരണം അവനെ പിടികൂടുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അതുകൊണ്ട് തന്നെ നിന്റെ കാലുകൾ എവിടേക്കാണ് കാലടികൾ വെക്കുന്നത് എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. കൈകൾ കൊണ്ട് എന്താ പ്രവർത്തിക്കണത്? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിചാരണ നടത്തുക. നാം തൊടുന്നത്, നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നാം സംസാരിക്കുന്നത്, ഇതൊക്കെ അല്ലാഹ് പറഞ്ഞതാണോ? അള്ളാഹു അംഗീകരിച്ചതാണോ? പാടുള്ളതാണോ? പാടില്ലാത്തതാണോ? ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ വിചാരണ നടത്തണം. അങ്ങനെ വിചാരണ നടത്തുമ്പോഴാണ് പരലോകത്ത് എന്ത് ചെയ്യുക? അള്ളാഹു ലഘുവായ വിചാരണ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റുക. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. എന്താണ് നബി പറയുന്നത്? സ്വന്തത്തെ വിചാരണ നടത്തുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാണ് ബുദ്ധിമാൻ. കയ്യിസ് അവനാണ്, ബുദ്ധിമാൻ അവനാണ്. സ്വയം വിചാരണ നടത്തുക, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവനാണ് ബുദ്ധിമാൻ. എന്നാൽ ആജിസാര, ദൗർഭാഗ്യവാനാര, സ്വന്തത്തെ ഇച്ഛാനുസരണം തോന്നിയ പോലെ ജീവിക്കുക, അവനെന്ത് ചെയ്യില്ല? അവന് പടച്ചോൻ കാരുണ്യവാനാണ്, അങ്ങനെ വ്യാമോഹം വെച്ച് പുലർത്തും. പ്രശ്നമൊന്നുമില്ല, ഞാൻ രക്ഷപ്പെടും, കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ എൻ്റെ ഈ ക്ലാസ്, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഹസീബാണ്. എന്താ അള്ളാഹു ഹസീബാന്ന് പറഞ്ഞാൽ? അള്ളാഹു മതിയായവനാണ് എല്ലാ കാര്യത്തിനും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനാണ് പടച്ചവൻ. അതേപോലെ തന്നെ അള്ളാഹു നമ്മളെ വിചാരണ നടത്താനും മതിയായവനാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയേകുന്ന ഹസീബ് എന്ന നാമം, ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു വശം, ആ 2 വശങ്ങളും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നാമങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.